കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് പോവാം. ഇന്നിപ്പോൾ ഉത്സവം 5-ാം ദിവസമായി. നിറയെ തിരക്കാണ്, എന്നും തിരക്ക് എന്ന് പറഞ്ഞ മാതിരി. ഇപ്പോൾ നിറയെ പരിപാടികൾ നടക്കണു, എല്ലാ ഓഡിറ്റോറിയങ്ങളിലും പ്രസാദ ഊട്ടുകൾ നടക്കണു. വളരെ വളരെ മനോഹരമായിട്ട് പകർച്ച കൊണ്ടുപോകണു. അടുത്തുള്ള ആളുകളൊക്കെ ഭഗവാന്റെ നേദ്യം എല്ലാവരിലേക്കും പ്രസാദം എത്തുകയാണ്. പ്രസാദ ഊട്ടിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. ഏകദേശം 8:30-8:45 കഴിയുമ്പോഴേക്ക് തുറക്കും. പിന്നെ 3 മണി വരെയൊക്കെ ഉണ്ട്, 3-3:30 വരെ, 4 മണി വരെയൊക്കെ പ്രസാദ ഊട്ടുണ്ട്. ധാരാളം ഭക്തർ ആ പ്രസാദ ഊട്ട് കൈക്കൊള്ളണു. ഭഗവാനെ പഴുക്കാ മണ്ഡപത്തിൽ നിന്ന് കാണുന്നു, ആ ഉള്ളിൽ വന്നിട്ട് കാണുന്നു. എല്ലായിടത്തും ഭക്തി സാന്ദ്രമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം, ഏത് രൂപത്തിലാണെന്നിരിക്കണത് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് ഗോപുരം അതിൽ കടന്നിട്ട് അകത്തേക്ക് വരികയാണ്. അങ്ങനെ ആ വാതിൽപ്പടി കയറുമ്പോൾ തന്നെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭഗവാന്റെ ആ ദിവ്യ വെളിച്ചം, നെയ്യ് വിളക്കിൻ്റെ സ്വർണ്ണ വിളക്കിൽ നിന്നുള്ള വമിക്കുന്ന ആ ദിവ്യ വെളിച്ചം നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പം തന്നെ നമുക്ക് ഭഗവത് ദർശനം കിട്ടിയ പ്രതീതിയായി, ഒരു നോക്ക് കണ്ട പ്രതീതിയായി. അങ്ങനെ നമ്മൾ അവിടേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂര് ഇരുന്ന ആ പീഠം കാണാം. അതൊന്ന് നോക്കി സ്മരിച്ചു മേൽപ്പത്തൂരിനെ. അതുപോലെ വലതേ സൈഡിലുള്ള ആ തൂണൊന്ന് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത് തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കി വരികയാണ്. നോക്കി വരുമ്പോൾ ആദ്യം തന്നെ ഇന്ന് കാൽപാദങ്ങൾ ഇങ്ങനെ കാണാനുണ്ട്, കാൽവളകൾ കാണാനുണ്ട്. അതോ ഒരു പാമ്പിൻ്റെ തലയിൽ ഇങ്ങനെ ചവിട്ടി നൃത്തം ചെയ്യുന്ന കാളിയൻ പാമ്പിൻ്റെ തലയിൽ ചവിട്ടി നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ്. കാളിയ ദർപ്പമകറ്റുന്ന കാളിയ മർദ്ദകന് ആണ് ഇന്നത്തെ രൂപം. വളരെ കേമമായിട്ട് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കാളിയൻ പാമ്പ് ഇങ്ങനെ 5 തല ഇങ്ങനെ കാണുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടി ഒരു കാല് ഇങ്ങനെ പൊന്തിച്ച് നിന്ന് നൃത്തം ചെയ്യുകയാണ് പൊന്നുണ്ണി. അപ്പോൾ ആ കാൽത്തളകൾ കാണാണ്ട്, പിന്നെ അങ്ങനെ പട്ടിങ്ങനെ ഇപ്പോൾ ഒരു പകുതി മുക്കാൽക്ക് പട്ടിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അരയിലെ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് അരമണി ആയിട്ട്. അതുപോലെ കുമ്പങ്ങനെ കാണാണ്ട്. അങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വളയം പോലത്തെ മാല കാണാണ്ട്, ഒരു നെക്ലസ് പോലത്തെ മാലയുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്. ഒരു കയ്യിൽ പൊന്നോടക്കുഴലും ഉണ്ട്, മറു കയ്യിൽ കളയമ്പാമ്പിൻ്റെ വാലും ഉണ്ട്. അങ്ങനെ വാല് പിടിച്ചിട്ടിങ്ങനെ ആ കാളിയൻ്റെ ദർപ്പം അഹങ്കാരം ശമിപ്പിക്കുകയാണ്. ഓരോ ചവിട്ട് കൊള്ളുമ്പോഴും ഓരോന്നോരോന്നായിട്ട് പാപങ്ങൾ വിട്ടൊഴിയുകയാണ്, അഹങ്കാരങ്ങൾ വിട്ടൊഴിയുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരോ പരീക്ഷണങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും ആ പരീക്ഷണത്തിൽ നിന്നും വിമുക്തനാകുമ്പോൾ നമ്മളുടെയും ആ അഹങ്കാരം, അതുപോലെ മുജ്ജമ്മ പാപം ഒക്കെ നമ്മളിൽ നിന്ന് അകലുകയാണ്. അങ്ങനെ ആ ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്തുള്ളത്. അപ്പോൾ എല്ലാവരും വരൂ. നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിലാണ്. ഭഗവാന്റെ തിരുമുമ്പിൽ നിന്നിട്ട് നമ്മൾ അകത്തേക്ക് ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചോളൂ, അങ്ങനെ മനസ്സിൽ കരുതുക. അപ്പോൾ നമ്മളെ മനസ്സ് ഇവിടെ ഗുരുവായൂരെത്തി. ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീകോവിലേക്ക്, ശ്രീലകത്തേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിക്കുന്ന ആ വിഗ്രഹത്തിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ കാളിയമർദ്ദക രൂപത്തിൽ അങ്ങനെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അതുപോലെ ഉണ്ടമാലകളുണ്ട്, 2 ഉണ്ടമാലകളാണുള്ളത്. വെളുത്ത പൂവുണ്ട്, തുളസിയും തെച്ചിയും. അതുപോലെ ഏകദേശം അതേമാതിരി തന്നെയാണ് രണ്ടും. പിന്നെ പീലി തിരുമുടി ഇങ്ങനെ കെട്ടി തിരുമുടി മാല കാണാണ്ട്, അതും 2 ഉണ്ട്. പിന്നെ വിധാനമായിട്ട് 2-3
തുളസിമാലകളുണ്ട്, ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അവനവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ആ തിരുമുമ്പിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അഗ്നികോണിൽ അവലി തൂവുന്ന അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ ആ തിടപ്പള്ളി കാണാം, തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു 9 മണി ആവുന്ന സമയത്ത് ശ്രീഭൂതബലി കഴിയുന്ന സമയത്ത്, ശിവേലി കഴിയുന്ന സമയത്ത്, ശിവേലി കഴിയുന്ന സമയത്ത്, വിളക്കൊക്കെ എഴുന്നള്ളിപ്പ് കഴിയുന്ന സമയത്ത് അവിടെ പഴുക്കാമണ്ഡപത്തിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിലാണ് ഒരു വട്ടം പഴുക്കാമണ്ഡപത്തിൽ വയ്ക്കുക. അപ്പോൾ അതെന്താ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുന്ന തിടപ്പള്ളി കഴിയുന്ന ഭാഗത്ത് ആണ്, പുറത്തേക്കുള്ള ഗ്രില്ലിന് അവിടെയാണ് വയ്ക്കുക. അപ്പോൾ അവിടെ തന്നെ തൊഴാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. സ്വർണ്ണ മണ്ഡപത്തിലിങ്ങനെ ഭഗവാൻ ഇരിക്കുന്ന ദർശനം. അതായത് ആ ശീവേലിത്തടമ്പ് ഇങ്ങനെ വന്നിട്ട് ഭഗവാനെ അവിടെ കൊടന്ന് ഇരുത്തിയിട്ടാണ് പഴുക്കാമണ്ഡപത്തിൽ വെച്ചത് കാണുക. പിന്നെ വൈകുന്നേരം നമുക്ക് കാണാൻ കഴിയുന്നതും അത് വടക്കേ നടയിലാണ്. അവിടെയും വളരെ വിപുലമായ രീതിയിലുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് കണ്ട് അത് കഴിഞ്ഞ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞാൽ നേരെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുകയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് തൊഴുത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ ചെറിയ ഗണപതി വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ, പിന്നെ മത്സ്യത്തിൻ്റെയും കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് അതിനുശേഷം മേൽശാന്തിയുടെ അടുത്തുനിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. ഇനിയിപ്പോൾ 15-ാം തീയതി, മാർച്ച് 15-ാം തീയതി മേൽശാന്തിയുടെ കൂടിക്കാഴ്ചകളാണ്. ഏകദേശം 51ഓളം 52 ആൾക്കാർ അതിന് തയ്യാറെടുത്തിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ 1 ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തി വരികയാണ്. അപ്പോൾ മേൽശാന്തി അന്ന് വേറെ ചുമതലയേൽക്കും. അപ്പോൾ അതേവരെയുള്ള മേൽശാന്തിയാണ് ഇപ്പോൾ ഉള്ള മേൽശാന്തി. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അമ്മസ്ഥാനത്ത് ഉള്ള മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് അതിനുശേഷം വാമന രൂപം കാണാം. അതേമാതിരി ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നെ കാണുന്നത് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടുള്ള മഹാവിഷ്ണു, അതേപോലെ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമിയെ കണ്ടു തൊഴാം. അവിടെ നിറയെ മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും താമരയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഒന്ന് തൊഴുത് പിന്നീട് ഒന്നിങ്ങോട്ട് ഭഗവാന്റെ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴുത്, കൃഷ്ണനെയൊക്കെ കണ്ടു തൊഴുതു, മുരുകനെ കണ്ടു തൊഴുതു. മുരുകൻ ഭസ്മാഭിഷേകത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുകയാണ്. ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുക. ഇന്ന് കുങ്കുമം കൊണ്ടുള്ള അഭിഷേകം മാത്രമാണ് കാണാനുള്ളത്. ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യവാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. വീണ്ടും നമ്മൾ ഓവിൻ്റെ മുറിച്ച് കടന്നാൽ നേരെ ആ ഗ്രില്ലിനപ്പുറത്ത് മണിക്കിണർ കാണാം.
നൃത്താറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് ഏത് രൂപത്തിലാണോ നമ്മൾ മനസ്സിൽ കാണുന്നത് ആ ആഴ്ചയിൽ നമ്മുടെ പൊന്നുണ്ണി നമ്മുടെ മനസ്സിൽ വരും. അപ്പം അങ്ങനെ കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ ആ ഗ്രില്ലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വടക്കേ നടയിൽ എത്തുമ്പോൾ ആ കുറൂരമ്മേനെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് പ്രസാദ കൗണ്ടറിൽ എത്തി ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി പോരാം. അങ്ങനെ വരുമ്പോൾ ആ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കണ്ടു തൊഴാം. ഭഗവതി ഇന്ന് വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. കണ്ണെഴുതി പൊട്ട് തൊട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട്. എന്താ വെച്ചാൽ ഉത്സവമല്ലേ, അപ്പോൾ നല്ല രസമായിട്ടാണ് എല്ലാ ഭക്തരെയും കാണാൻ. ഭക്തരൊക്കെ കൂടുതൽ വരുന്നതല്ലേ, എല്ലാവർക്കും അനുഗ്രഹം നൽകാനായിട്ട് കാത്തിരിക്കുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിനുശേഷം കുറച്ചിങ്ങോട്ട് പോകുന്ന കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അങ്ങനെ അതിന് ശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി പോന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ നമ്മുടെ കാളിയമർദ്ദന രൂപത്തിനെ ഒന്നുകൂടി കാണാം. ആ മൂർത്തീനെ ഒന്നുകൂടി കണ്ട് തൊഴുത് അവിടെ നിന്ന് നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഇപ്പോൾ കൂത്ത് നടക്കുകയും ഇപ്പോൾ കൂത്തുള്ള സമയമാണ്. ഉത്സവകാലത്ത് കൂത്തുണ്ടല്ലോ, കൂത്തൊക്കെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ കഥകളൊക്കെ കേൾക്കാം. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തൊഴുത് നേരെ അയ്യപ്പൻ്റെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുകയാണ്. അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുത് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അയ്യപ്പസ്വാമീനെ തൊഴുത് പ്രദക്ഷിണമായിട്ട് നേരെ പടിഞ്ഞാറേ നടയിലെത്തി ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപത്തിൽ, അതുപോലെ കുറച്ചൊന്ന് പിന്തിരിഞ്ഞ് ഇങ്ങനെ നിന്നാൽ ആ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപത്തെയും നമുക്ക് കാണാം. ഒക്കെ കണ്ട് തൊഴാം. അപ്പോൾ ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്തൊക്കെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് അങ്ങനെ ചിന്തിക്കുക. ആ ശബ്ദത്തിനൊപ്പം സഞ്ചരിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ആ ഗുരുവായൂർ ദർശിച്ച പ്രതീതിയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.